ഞാൻ എൻ്റെ ഒരു കേസിൽ ടിപ്പായിട്ട് ഒരു രീതിയിൽ പറയാം, ഒരു ബെസ്റ്റ് കോളേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഹോസ്പിറ്റലായിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യണ്ടോ, അല്ലാണ്ട് സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ട് എന്താ പറയാ ഒരു പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ആന പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ആന പൊട്ടത്തരം. ഈ പറഞ്ഞ ഹലോ ഗായ്സ്, അപ്പോൾ ബബ്ലുവാസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് പലിശക്ക് എടുക്കുക കേട്ടോ. നമ്മളെ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ രാവിലെ എണീറ്റതാണ് അത്താഴം കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്താ പറയാ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 70 സംതിങ് വീഡിയോസ് ആയി, 400 സബ്സ്ക്രൈബേഴ്സ് ആയി, കാര്യങ്ങളൊക്കെ ആയി. അപ്പം എന്താ പറയുക, ഈ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ ഉള്ളോട്ട് മീൻസ് ഞാൻ കുറേ ഇപ്പോൾ ഒരു ദിവസം തന്നെ ഞാൻ അഡ്മിഷൻ്റെ കാര്യങ്ങളായിട്ട് കുറേ എന്താ പറയുക ഇൻസിഡൻറ്റ് ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട്, കുറേ കോൺവെർസേഷൻ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു പാരൻസ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോളേജ് സെലക്ട് ചെയ്യുന്നതിൽ ഇനി കരുതലാണോ ഓരോട്ടുള്ള ഇഷ്ടക്കൂടുതലാണോ അതോ ഓരോ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എന്താന്ന് എനിക്കറിയില്ല. മൂത്തൊക്കെ പറയാലോ സംഭവം ആന പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ആന പൊട്ടത്തരം. ഈ പറഞ്ഞ അതിന് ചിലപ്പോൾ ഓർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ അത് ഇതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണോ, ഞാൻ പറഞ്ഞില്ല ഓവർ കരുതലായോണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ തന്നെ ഒരു മക്കൾ എന്തായാലും ഒരു പാരൻസ് മക്കള് എന്താ പറയാ മക്കളെ നാശം കാണാൻ എന്തായാലും നിൽക്കൂല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒന്നിലൊന്നും ഇവർക്ക് അറിയാത്തതുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ എന്താ പറയാ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും വന്നിട്ടില്ല. എന്തായാലും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ ലോജിക്ക് ഉണ്ട്, കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ ഓവറായിട്ട് പറയുന്നില്ല, കാരണം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇതിന് മുമ്പെടുത്ത വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. കാരണം 13-14 മിനിറ്റ് ഞാൻ സംസാരിച്ചു, ഞാൻ അങ്ങനെ സംസാരിച്ച് ഒരു എഡിറ്റിംഗ് പരിപാടി ഒന്നുമല്ല, ഒറ്റ ടേക്കിൽ സംസാരിച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ച് പറയാം. ഇപ്പൊ മെയിൻ ആയിട്ട് എന്താ ബെസ്റ്റ് കോളേജസ് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇതാണ് പാരൻസിന്റെ ഒരു വറിയാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. മീൻസ് അവർക്ക് പേടിയാണ്, കാരണം ഒന്നാമത് പുറത്ത് പോയി ചില പാരൻസിനൊക്കെ പുറത്ത് പോയി പഠിക്കണം പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു ബോധമുണ്ട്. ചില പാരൻസ് അത് അടുത്ത് കൂടി പോയിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നില്ല. ഇതിങ്ങനെ ഇതുപോലെ കണക്ട് ചെയ്ത് പോയിട്ടാണ് ഞാൻ നേരത്തെ 13 മിനിറ്റ് ആയത്. അപ്പോ ചില പാരൻസിന് ഇങ്ങനെ പുറത്തേക്കെങ്കിലും വിടണം എന്നുള്ളൊരിതുണ്ട്. പക്ഷെ ഈ കോളേജ് എങ്ങനെ സെലക്ട് ചെയ്യുക? ഈ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കോളേജ് കുട്ടി പറഞ്ഞാൽ ആ കുട്ടി പറഞ്ഞ കോളേജിനെ കുറിച്ച് 10-100 ആൾക്കാരോട് ചോദിക്കും. ഈ 100 ആൾക്കാരോട് ചോദിച്ചാൽ ഈ പറഞ്ഞ 100 അഭിപ്രായം കിട്ടുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചോദിച്ചോളൂ. ഇപ്പൊ എൻ്റെ മക്കളാണെന്നുണ്ടെങ്കിലും, ഞാനിപ്പോ എൻ്റെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും പുറത്ത് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സറൗണ്ടിങ്സിൽ നമ്മൾ അറിയുന്നവരോ നമ്മളെ വീട്ടുകാരോ അയൽവാസിയോ കുടുംബക്കാരും ഉണ്ടെന്ന് ഓരോട് ചോദിക്കും. പക്ഷെ അതിന്റെ അഭിപ്രായം മാത്രം സജഷൻ ചോദിക്കുക. സജഷൻ ആണ് അഭിപ്രായം ചോദിക്കുക. അതല്ല ഒരിക്കലും നിങ്ങൾ ഡിസിഷൻ ആക്കി അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഡിസിഷൻ ആക്കി നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. കാരണം അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് ഈ പറഞ്ഞ അയൽവാസികളോ ഈ പറഞ്ഞ നാട്ടുകാർ പറഞ്ഞൊന്നും നോക്കരുത്. കാരണം അതിന്റെ സുഖമായാലും ദുഃഖമായാലും നിങ്ങൾ അനുഭവിക്കാനുള്ള നിങ്ങളും നിങ്ങളെ വീട്ടുകാരോ ഈ പറഞ്ഞ പാരൻസും നിങ്ങളെ മക്കളാണ് ഇത് അനുഭവിക്കാനുള്ളത്. ഞാൻ ടോപ്പിക്കുകൾ മാത്രം പറയാൻ വിചാരിച്ചിട്ടാ, അല്ലാണ്ട് നീണ്ട് ഇതാക്കണ്ട വിചാരിച്ചിട്ടാ. അപ്പൊ ഈ മക്കളും നിങ്ങളാണ് അനുഭവിക്കുക. അതുകൊണ്ട് പിന്നെ നാട്ടുകാരും ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ ഞാൻ എൻ്റെ ഒരു കേസിൽ ടിപ്പായിട്ട് ഒരു രീതിയിൽ പറഞ്ഞ ഒരു ബെസ്റ്റ് കോളേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചോദ്യമായിക്കാണ് ചോദിക്കുക. നിങ്ങളിത് ലോജിക്കലി ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് ഇതും ഞാൻ പറഞ്ഞ ഒരു ഇൻഫർമേഷൻ ആക്കിയിട്ട് എടുത്തിട്ട് നിങ്ങളൊരു അഭിപ്രായം എടുക്കാം. പലർക്കും പല രീതിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കോഴ്സിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോസിൽ പറയുന്നതാണ്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് നഴ്സിംഗ് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇന്നൊരു കോഴ്സ് പഠിച്ചിട്ട് നല്ല പാക്കേജ് ഹൈ പാക്കേജ് ഒരു 20 lakh per annum കിട്ടുന്ന ഒരു പാക്കേജിൽ നല്ല ഹൈ ജോബ് കിട്ടി എന്ന് പറഞ്ഞാണ്ട് നല്ല കോഴ്സാണെന്ന് പറഞ്ഞാൽ ആ ഒരു കോഴ്സ് അയാൾ വ്യക്തിപരമായ ഒരു പേഴ്സണൽ റിവ്യൂ ആണ് അല്ലെങ്കിൽ പേഴ്സണൽ സജഷൻ ആണ് മൂപ്പര് ചെയ്യുന്നത്. അത് വെച്ചുകൊണ്ട് അയാൾക്ക് 20 ലക്ഷം കിട്ടിയാച്ചാണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതൊക്കെ ഓരോരുത്തർ സ്കിൽ ബേസ്ഡ് ആണ്, അതിന്റെ ഇത് ബേസ്ഡ് ആണ്. പിന്നെ ഒരു കോഴ്സ് എടുക്കാൻ ഏറ്റവും നല്ല കോഴ്സാണ് ഇത് എടുക്കാനാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നതിന് എല്ലാവരുടെ ലൈഫ് സ്റ്റൈലും എല്ലാവരുടെ ജീവിത രീതി എല്ലാവരുടെ സിറ്റുവേഷൻ മാച്ച് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ എന്താ പറയാ ഇപ്പോൾ നഴ്സിങ്ങിന് ഏറ്റവും കൂടുതൽ പാക്കേജ് കിട്ടുന്ന ഇവിടെ പുറത്താണ്. ഏറ്റവും കൂടുതൽ ഫിലിപ്പീൻസിനും കേരള നഴ്സുമാർക്കാണ് പുറത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. നല്ല പാക്കേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി
അതായത് നേഴ്സിംഗ് പഠിച്ചിട്ട് പുറത്ത് പോകാൻ നിൽക്കുന്ന ഒരു വ്യക്തി പറയാണ് അടിപൊളി കോഴ്സാണ്, ഇന്നതൊക്കെയാണ്, നിങ്ങൾ ലൈഫ് തന്നെ മാറുന്നു പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു യൂട്യൂബിൽ ഇട്ട് അത് കണ്ട് എല്ലാവർക്കും അത് മാച്ച് ആയിക്കൊള്ളുന്നുണ്ടോ? ഇപ്പോൾ ഒരിക്കലും പുറത്തു പോകാൻ സ്വപ്നം കാണാൻ പറ്റാത്ത കുറേ പേരുണ്ട്. മീൻസ് വീട്ടിൽ നിന്ന് ഒരിക്കലും വിടൂല, പറഞ്ഞ ജോലി ആണെന്നുണ്ടെങ്കിലും വീടിന്റെ അടുത്ത് തന്നെ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന ദൂരത്തിൽ ചെയ്യാനുള്ള അനുവാദമുള്ള അങ്ങനത്തെ ആൾക്കാരുണ്ട്. മലബാർ ഏരിയയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാൾ നഴ്സിംഗ് ഈ പറഞ്ഞ ഈ ഒരു വ്യക്തി പറയാണ് ഇന്ന നഴ്സിംഗ് എടുത്താൽ മതി, അടിപൊളി കോഴ്സാണ്, സയൻസ് കഴിഞ്ഞാൽ ഈ കോഴ്സാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വാലിഡ് ആയ ഒരു ഇൻഫർമേഷൻ അല്ല. അപ്പൊ അതാണ് ഓരോരുത്തർ സിറ്റുവേഷൻ ഇത് മാച്ച് ആയിട്ട് എല്ലാവർക്കും പറ്റുക. എല്ലാവരും പേഴ്സണൽ റിവ്യൂസും പേഴ്സണൽ സജഷനും നിങ്ങൾ സ്വന്തമാക്കി എടുക്കരുത്. നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങളെ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ വിഷയം കണ്ടിട്ട് നടക്കില്ല നോക്കുക. അതുപോലെ തന്നെ നേരെ തിരിച്ചും പലർക്കും മോശമായ കാര്യം നെഗറ്റീവ് ആയിക്കൊണ്ട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പോസിറ്റീവ് ആയിക്കാരാം. മനസ്സിലായി? അത് ഓരോരുത്തരെ മീൻസ് അത് ലോജിക്കൽ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഇന്നലെ പൊട്ടി മുളച്ചൊന്നല്ലേ, നമ്മൾ ഇവിടെ ആയിട്ട് നിങ്ങൾ ഒന്നും വേണ്ടി 20-25 വർഷത്തെ ഈ ജീവിത രീതി നമ്മൾ കണ്ട കാര്യങ്ങൾ എക്സ്പീരിയൻസുകളൊക്കെ മതി ഈ കാര്യങ്ങളൊക്കെ സിമ്പിളായിക്കണം മനസ്സിലാക്കാൻ. ഇനി ഞാൻ ബെസ്റ്റ് കോളേജ് കണ്ടുപിടിക്കാനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ടിപ്പല്ല, ഇത് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഫീസ് സ്ട്രക്ചർ എടുക്കുക. അപ്പോൾ ആചാര്യ ഞാൻ കോളേജിന്റെ കാര്യം പറഞ്ഞില്ല. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു കോളേജ് 2024 ഒരു ഫീസ് സ്ട്രക്ചർ എടുക്കുക. ആ ഒരു ഫീസ് സ്ട്രക്ചറിനെക്കാട്ടിൽ ഈ 2025 ഫീസ് കൂടുതലാണ് നോക്കുക. ഫീസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഒബ്വിയസ്ലി മനസ്സിലാക്കുക. അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, മനസ്സിലാക്കി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഈ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ ആ ഒരു കോഴ്സിന് 50,000 ആണെന്ന് വിചാരിച്ചോളൂ. ആ ഒരു കോഴ്സ് ഈ വർഷം പഠിക്കണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം കൊടുക്കണം. അതെന്തുകൊണ്ടാണ്? കഴിഞ്ഞ വർഷത്തെ അപ്ലിക്കേഷന്റെ പെർഫോമൻസ്, അതായത് ആ കുട്ടികളുടെ ഡിമാൻഡ്, എത്ര പേർക്ക് കോളേജ് വേണം എന്നുള്ള ഡിമാൻഡ് ഒരു മനസ്സിലാക്കിയിട്ട് ഈ വർഷം ആ ഡിമാൻഡിനനുസരിച്ച് ഫീസ് കൂട്ടിയതാ. മനസ്സിലായോ? അതായത് 50 സീറ്റുള്ള കോളേജിൽ 100 അഡ്മിഷൻ എടുക്കാൻ കുട്ടികളുണ്ടായിരുന്നു, വരികയായിരുന്നു. ആ സീറ്റ് ഫില്ലായതുകൊണ്ട് ബാക്കിയുള്ള 50 ആൾക്കാർ പറഞ്ഞു വിടേണ്ടി വന്നു. അതാണ് അന്നത്തെ കഴിഞ്ഞ വർഷത്തെ സിറ്റുവേഷൻ ഉണ്ടായത്. ആ ഒരു സിറ്റുവേഷൻ ഈ വർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതേ കോഴ്സിന് 50,000 ഉള്ള 1 ലക്ഷമാക്കി. അപ്പൊ ഈ 100 കുട്ടികളുള്ളത് 60 കുട്ടികളായി മാറി. അപ്പോഴും 10 ആൾക്കാർ അവിടെ എക്സ്ട്രാ വന്നു. മനസ്സിലായോ? പക്ഷെ ഇവരെ ലാഭം എത്രയാ? ഡബിളായി. 50,000 കൊടുത്ത കോഴ്സ് 1 ലക്ഷത്തിന് ഇതായി. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ആ കോളേജിൽ കുട്ടികൾ എന്താ പറയാ ഡിമാൻഡഡ് ആണ്. ആ കോഴ്സ് ഡിമാൻഡഡ് ആണ്, കോളേജ് ഡിമാൻഡഡ് ആണ്. അതുകൊണ്ടാണ് ആ കോഴ്സിന് ഫീസ് കൂട്ടിയത്. ഇപ്പൊ ഡൊണേഷന്റെ കേസ് കഴിഞ്ഞ വർഷം 2024 ഒരു കോഴ്സിന് പകുതി ആയപ്പോൾ ഡൊണേഷൻ വന്നു. ആ ഒരു കോഴ്സ് ഈ വർഷം എന്താ പറയാ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡൊണേഷൻ വരികയാണെന്ന് പറഞ്ഞാൽ എന്താ, ആ സീറ്റിന് ആ ട്യൂഷൻ ഫീസിനെക്കാട്ടിലും ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഈ പറഞ്ഞ ഫീസ് സ്ട്രക്ചറിൽ ഇതിലൊന്നും രേഖപ്പെടുത്താത്ത എക്സ്ട്രാ ഫീസാണ് ഈ പറഞ്ഞ ഡൊണേഷൻ. അത് കോളേജിന്റെ ഡിമാൻഡ് അനുസരിച്ചുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഈ പറഞ്ഞ ഡൊണേഷനിലൊക്കെ കോളേജിന്റെ ആൾക്കാർ ഓരോരുത്തർ നെഗറ്റീവ് പറയുന്നത് കാരണം ആ കോളേജ് ആരും എടുക്കൂല, പൊട്ട കോളേജാണ്, മെഡിക്കൽ കോളേജ് ഇല്ല. ഇപ്പൊ നഴ്സിംഗിന്റെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് ഇല്ല. ഈ മെഡിക്കൽ കോളേജ് ഉള്ള കോളേജിൽ കുട്ടികളെ അഡ്മിഷൻ എടുക്കാൻ ഡൊണേഷൻ ഇല്ലാണ്ട് ഇപ്പോഴും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ ആ സമയത്ത്? പക്ഷെ അതേ സമയത്ത് മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ പറഞ്ഞ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് ഡൊണേഷൻ കൊടുത്തുകൊണ്ട് ഇതെടുക്കുന്നുണ്ടാവും. ഒരു കുട്ടി 2 കുട്ടിയല്ല, എത്ര കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നത്? ഇതൊക്കെ പറഞ്ഞ ഏതെങ്കിലും ലോക്കൽ കോളേജ് ആയിട്ടാണ് എടുക്കുന്നത്? അല്ല, അതിൻ്റെതായ എന്താ പറയുക കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ പറഞ്ഞ എല്ലാ കോഴ്സിനും ഇപ്പൊ എല്ലാ നഴ്സിംഗ് ഇപ്പോൾ ആ ലിമിറ്റഡ് കോളേജുകളുള്ളൂ. ഇപ്പൊ ബാംഗ്ലൂരിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഉള്ളത്. എത്ര നഴ്സിംഗ് കോളേജ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. മീൻസ് നഴ്സിംഗ് മാത്രമുള്ള കോളേജുകളുണ്ട്. 2000 സംതിങ് ആണ്, എനിക്കറിയില്ല, കറക്റ്റ് അറിയില്ല. 2000 സംതിങ് നഴ്സിംഗ് കോളേജ് മാത്രമുണ്ട്. ഈ കോളേജൊക്കെ മെഡിക്കൽ കോളേജ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ എന്താ പറയാ എന്താ പറയാ ഒരു നഴ്സിംഗ് കോളേജ് ഒരു ഒറ്റ ബിൽഡിങ്ങിലേക്കാരോ, പക്ഷെ ഇതിന്റെ പോസ്റ്റിങ് കാര്യങ്ങൾ ഒക്കെ എന്താ പറയാ ഏതിലൊക്കെ ഹോസ്പിറ്റലായിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യണ്ടാവും. അല്ലാണ്ട് സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ട് എന്താ പറയാ ഒരു പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. കോളേജിൽ സ്റ്റെപ്പ് ഇറങ്ങിയാണ്ട് അപ്പുറത്ത് ഹോസ്പിറ്റലിൽ പോവുക, ആ ഒരു ലാഭം ഉണ്ടാവും. മക്കൾ കോളേജിലേക്ക് ഓരോ സ്കൂൾ ബസ് ഉണ്ടാവും കൊണ്ടുവരാനൊക്കെ. പിന്നെ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജ് പഠിച്ചവർക്ക് കൂടുതൽ പ്രാക്ടിക്കൽസ് കിട്ടുന്നുണ്ട്, ഓർക്ക് നല്ല ജോലി പടിയും പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഈ പറഞ്ഞ ഇവർക്ക് തിയറിയോ ഞാൻ പറയട്ടെ, ഈ മെഡിക്കൽ കോളേജ് പഠിച്ചവർക്ക് നോർമൽ നഴ്സിംഗ് കോളേജിൽ പഠിച്ചവർക്ക് ഒരേ എക്സാം പേപ്പറാണ്, ഒരേ തിയറി പേപ്പറാണ്, ഈ പറഞ്ഞ ഒരേ പ്രാക്ടിക്കൽസ് ആണ് ഒക്കെ വരുന്നത്. അതിൽ ഡിഫറൻസ് ഒന്നുമില്ല. ഈ പ്രാക്ടിക്കൽസ് പാസ്സായാലാണ് ഈ പറഞ്ഞ നേഴ്സ് ആവാൻ പറ്റുള്ളൂ. അത് ഈ പറഞ്ഞ നോർമൽ നഴ്സിംഗ് കോളേജിൽ പഠിച്ചാലും ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിൽ പഠിച്ചാലും. അല്ലാണ്ട് മെഡിക്കൽ കോളേജ് പഠിച്ച കുട്ടികൾക്ക് ഇത്ര പാക്കേജിലായി സാലറി പാക്കേജ് ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ
ഈ പറഞ്ഞ ഈ പറഞ്ഞ 2000 സംതിങ് നഴ്സിംഗ് കോളേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുട്ടികൾ കുറയുന്നില്ല, അതിലൊക്കെ കുട്ടികൾ കയറുന്നുണ്ട്. പിന്നെ ഈ മെഡിക്കൽ കോളേജ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ INC ഗൈഡൻസിന്റെ പ്രശ്നം വരുന്നുണ്ട്. ഇത് മാത്രം എനിക്കൊരു ബെനിഫിറ്റ് ആയി തോന്നിയത്. INC ഗൈഡൻസിന്റെ പ്രശ്നം വരുന്നുണ്ട്. ഈ പറഞ്ഞ നഴ്സിംഗ് ചെറിയ നഴ്സിംഗ് കോളേജിൽ എടുത്തുകൂടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. വർഷം പുതുക്കേണ്ടി വരും. അതൊക്കെ ഉണ്ടോ ഇല്ലയോ നമുക്ക് ചിലപ്പോൾ നോക്കാൻ വെച്ചോളണമെന്നില്ല. പക്ഷേ മെഡിക്കൽ കോളേജിൽ എന്തായാലും INC ഗൈഡൻസ് അപ്ലോഡ് ചെയ്യും. ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള പറഞ്ഞ NAC അക്രഡിറ്റഡ് ആയിട്ടുള്ള കോളേജാണ് മെഡിക്കൽ കോളേജൊക്കെ ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് മെഡിക്കൽ കോളേജ് ഉള്ളത് വലിയൊരു സംഭവമാണ്, കാര്യങ്ങളാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയൂല. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമില്ല, ഇതൊക്കെ ഞാൻ ലോജിക്കലി കോൾ ചെയ്യുന്നുണ്ടേ, ലോജിക്കലി ചിന്തിച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. ഇതും 10 മിനിറ്റായി, 13 മിനിറ്റിൻ്റെ വീഡിയോ ഡിലീറ്റ് ആയിക്കൊണ്ട് 10 മിനിറ്റ് അടുത്ത വീഡിയോ എടുക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇത് അഡ്മിഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ കേരള, കർണാടക, തമിഴ്നാട് ഇവിടെ എല്ലാവർക്കും നമ്മൾ അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുക, നമ്പർ കൊടുക്കുക, എല്ലാവരും കോൾ ചെയ്യുക, നമ്മൾ അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കും. ഓക്കെ, അപ്പോൾ അതുവരെ ബൈ ബസ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 400 സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ. നമ്മൾ എന്തായാലും 500 ആക്കണം. 500ആണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.